വിളിച്ച് അന്വേഷിച്ചു. അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പഠിത്തത്തിൻ്റെ കാര്യം ലോക്കോ പൈലറ്റ്സ് നോക്കുന്നുണ്ട്. അവർക്കൊരു വലിയ സിഗ്നലാണ്. ഇനി ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓവർ ഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം. നമുക്ക് ഒരുപാട് പബ്ലിക് പാർട്ടിസിപ്പൻസ് ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ വാർത്ത കണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. എന്നെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അതെല്ലാം കൂടെ അവരെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒത്തുചേർത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ അതുവഴി അതിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഏതാ അല്ല, അതായത് ഇപ്പം വിക്രം മാത്യൂസ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിലെയും അതിൻ്റെ ട്രാൻസ്പ്ലാന്റ് വേണ്ടെങ്കിൽ തന്നെ ഒരു ചികിത്സ എന്ന് പറയുന്നതിൽ വലിയ മിടില്ല. അമൃതയിൽ അതിന് എക്സ്പെർട്ടീസ് ഉണ്ട്. അപ്പോൾ അമൃതയുമായിട്ട് സംസാരിച്ചിട്ട് ഈ കുഞ്ഞിനെയും അതിൻ്റെ ഡോണർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു ഡോണറെ നമ്മൾ ബൈ ഔട്ട് ചെയ്യുമ്പോഴാണ് ഇത് വലിയ കോസ്റ്റ് വരുന്നത്. പിന്നെ ആ ഡോണറായിട്ട് വരുന്നയാളിത് ദാനം ചെയ്യണമെന്ന് പറയുന്നതും നല്ലതല്ല. അപ്പോൾ അത് നോക്കണം. കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒരു മാച്ചിൽ വരുമെങ്കിൽ അങ്ങനെ നോക്കും. പക്ഷേ ഇതിനെല്ലാം മുമ്പ് ഡോക്ടർ വിക്രം മാത്യൂസ് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കുഞ്ഞിനെ കാണണം, എനിക്കൊന്ന് അനലൈസ് ചെയ്യണം, റിപ്പോർട്ട് വേണം. ആ എക്സ്റ്റേണൽ റിപ്പോർട്ട് ഞാൻ പരിശോധിക്കാം, പക്ഷേ എനിക്ക് ആ പേഷ്യൻറ്റിനെ കാണണം, അതിൻ്റെ ഡോണറേയും കാണണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഇപ്പം ഇവരെന്ന് പോകാൻ തയ്യാറാവുന്നു അന്ന് ചെയ്തു കൊടുക്കും. താങ്ക് യു. നിങ്ങൾ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ. തീരെ ഇഷ്ടമല്ല. കാരണം ഒരു വിഷയം അത് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനെയാണ് വരുന്നതെന്ന്. അദ്ദേഹം പറയട്ടെ. നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിച്ചാൽ മതി.